വണ്ടൂരിന്റെ ആഘോഷങ്ങൾക്ക് കൂടുതൽ തിളക്കമേകി ഹയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. വെഡിംഗ് ആഭരണങ്ങൾ, ലൈറ്റ് വെയ്റ്റ് ഡെയിലി വെയർ ആഭരണങ്ങൾ, ഡയമണ്ട് ആഭരണങ്ങൾ എന്നിവ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഹയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വണ്ടൂർ ആൻഡ് എലങ്കൂർ. മലപ്പുറത്തിന്റെ കാർഷിക മേഖലയ്ക്ക് പുതുജീവൻ പകർന്ന ജില്ലാതല കാർഷിക പ്രദർശന വിപണനമേള ഹോർട്ടി മഹോത്സവ് 2026 തുടക്കമായി. ജില്ലാ സിവിൽ സ്റ്റേഷൻ കോമ്പൗണ്ടിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PA ജബ്ബാർ ഹാജി ഉദ്ഘാടനം ചെയ്തു. നമുക്ക് വൈറ്റ് കോളർ ജോലി തന്നെ വേണമെന്നില്ല. കാര്യങ്ങൾ അവർക്ക് അതിൻ്റെതായ ഉപജീവന മാർഗവും അതിനുള്ള വഴികളും കണ്ടെത്താൻ സുസ്ഥിരമായ ഒരു ഫണ്ടാണെങ്കിൽ, ഒരു വരുമാന മാർഗമാണെങ്കിൽ എല്ലാവരും ഇറങ്ങും. അങ്ങനെ മാറി നിൽക്കുന്നവരല്ല നമ്മുടെ ജനത. പക്ഷെ അതിന് അടിസ്ഥാന സൗകര്യം ഒരുക്കേണ്ടത് നമ്മളാണ്. അപ്പം നമുക്കൊക്കെ ഇപ്പൊ അറിയാം, ഒരു കർണാടകയിലോ തമിഴ്നാടിലോ ഒരു ദിവസം പണിമുടക്കുണ്ടായാൽ അല്ലെങ്കിൽ വാഹനങ്ങളായിപ്പോയാൽ നമ്മൾ അടുക്കള കാലിയാവും. നമുക്ക് അവരെ ആശ്രയിക്കുകയാണ് നമ്മൾ. എനിക്കൊക്കെ അനുഭവമുണ്ട്. ഞാൻ അവിടെയൊക്കെ ഈ രീതി പോയി കണ്ടതും ഉപയോഗിച്ചതാണ്. അവിടുത്തെ കാർഷിക രംഗം എങ്ങനെയൊക്കെയാണ് അവർ ഇങ്ങോട്ടേക്കുകളും ഫ്രൂട്ട്സുകളും ഉണ്ടാക്കാൻ നമുക്ക് കഴിയും. നമ്മുടെ അടുക്കളത്തോട്ടം മുതൽ തന്നെ നമുക്ക് തുടങ്ങാം. പക്ഷെ അതിനുള്ളതായ വഴികളാണ്, അതിനുള്ള മറ്റു സൗകര്യങ്ങളാണ് നമ്മൾ ചെയ്തു കൊടുക്കേണ്ടത്. മുമ്പൊക്കെ ഭാവനാസമ്പന്നരായ ഓഫീസേഴ്സ് ഉണ്ട്, കൃഷി ഡയറക്ടർ ഓഫീസർ, ഡെപ്യൂട്ടി ഡയറക്ടർ ഒക്കെ നമുക്കുണ്ട്. അതുകൊണ്ട് ഈ എന്തൊക്കെയാണ് സർക്കാരിന്റെ ആനുകൂല്യം അത് ഉപയോഗിക്കുക. ഞങ്ങളും ജില്ലാ പഞ്ചായത്തും അതിനെ കുറിച്ച് ഒന്ന് ആലോചിക്കാം. ജില്ലാ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ S. ബീന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കേരള കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ ഓൺ ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് ഓഫ് ഹോർട്ടിക്കൾച്ചർ പദ്ധതി 2025-26 പ്രകാരം സംഘടിപ്പിക്കുന്ന മേള 2 ദിവസങ്ങളിലാണ് നടക്കുന്നത്. വിവിധയിനം പച്ചക്കറികൾ, സുഗന്ധവ്യഞ്ജനങ്ങൾ, പഴവർഗ്ഗങ്ങൾ മുതലായവയുടെ നടീൽ വസ്തുക്കൾ, നാടൻ പഴം, പച്ചക്കറികൾ, വിവിധ കാർഷിക മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ, തേൻ ഉൽപ്പന്നങ്ങൾ, കൂൺ കൃഷി യൂണിറ്റുകൾ, കൂൺ ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവയുടെ പ്രദർശന വിപണനവും, കാർഷിക യന്ത്രങ്ങൾ, സൂക്ഷ്മ ജലസേചനം എന്നിവയുടെ രജിസ്ട്രേഷൻ, ഹൈഡ്രോപോണിക്സ് കൃഷി മാതൃക, മണ്ണ് പരിശോധന തുടങ്ങിയവയും ഉണ്ടായിരിക്കും. മേളയോടനുബന്ധിച്ച് 2 ദിവസങ്ങളിലായി കർഷകർക്കും ഉദ്യോഗസ്ഥർക്കും കാർഷിക മേഖലയിലെ വിഷയങ്ങളെ ആസ്പദമാക്കി പരിശീലന പരിപാടിയും സംഘടിപ്പിച്ചിട്ടുണ്ട്. ചടങ്ങിൽ ആനക്കയം കാർഷിക ഗവേഷണ കേന്ദ്രം പ്രൊഫസർ ആൻഡ് ഹെഡ് ഡോക്ടർ മുസ്തഫ കുന്നത്തുടി, ജില്ലാ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ലിയ ജോയ്, രാഷ്ട്രീയ പ്രതിനിധികൾ, കൃഷി ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ത്യൻ ബേക്സ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ, മഞ്ചേരി റോഡ്, വണ്ടൂർ.